മൂവാറ്റുപുഴ രണ്ടാർക്കരയിൽ വയോധികയും പേരക്കുട്ടിയും മുങ്ങിമരിച്ചു. കിഴക്കേ കുടിയിൽ ആമിന, പേരക്കുട്ടി ഫർഹ ഫാത്തിമ എന്നിവരാണ് മുങ്ങിമരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു പേരക്കുട്ടിയും ആശുപത്രിയിലാണ്. ആദിത്യൻ ഓമനക്കുട്ടനാണ് വിവരങ്ങളുമായി. ആദ്യത്തിന് അത്യന്തം ദാരുണമായ സംഭവമാണ്. പ്രത്യേകിച്ച് ഈ വേനലവധിക്കാലത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുന്നറിയിപ്പൊക്കെ പല മേഖലയിലുണ്ടെങ്കിലും വീണ്ടും ദാരുണമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. ആശുപത്രിയിലെ കുട്ടിയുടെ നില എങ്ങനെയാണ്? എപ്പോഴായിരുന്നു അപകടം? രതീഷ്, ഇന്ന് രാവിലെ 11:30-ക്ക് ശേഷമാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഇതിന്റെ കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അപകട കാരണം ഇവർ പതിവായി കുളിക്കാനും തുണി കഴുകാനും ഒക്കെ ഇറങ്ങുന്ന ഒരു കടവിലാണ് ഈ അപകടം ഉണ്ടായത്. മൂവാറ്റുപുഴ നഗരസഭ 11-ാം വാർഡിലെ രണ്ടാർക്കരയിൽ നെടിയാൻമല എന്ന കടവിലാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായത്. ഈ മുത്തശ്ശി, 60 വയസ്സുള്ള ആമിന എന്ന ഈ മുത്തശ്ശിയും ഈ പേരക്കുട്ടികളും പതിവായി ഇവിടെ തുണി കഴുകാനും കുളിക്കാനും ഒക്കെ ഇറങ്ങാറുണ്ടായിരുന്നു. ഈ അപകടത്തിന്റെ കാര്യം ആദ്യം അറിയുന്നത് ഈ പ്രദേശവാസികളായ സ്ത്രീകളാണ് ഇത്തരത്തിൽ മുങ്ങിപ്പോയി എന്നറിയുന്നത്. അങ്ങനെ സമീപത്തുണ്ടായിരുന്ന പെയിന്റിംഗ് തൊഴിലാളികളെ വിവരം അറിയിക്കുകയും അവർ ഓടിയെത്തുകയുമായിരുന്നു. ആദ്യം ഈ മുത്തശ്ശിയെയും ഒരു പേരക്കുട്ടിയെയും അവർ മുങ്ങിയെടുത്തു. പക്ഷേ മൂന്നാമതൊരാൾ കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഇവർ അറിഞ്ഞില്ല. അതിനുശേഷം അഗ്നിശമന സേന എത്തിയാണ് ഈ മൂന്നാമതുള്ള ഒരു കുട്ടിയെയും കണ്ടെത്തി ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇവരെ 3 പേരെയും ആശുപത്രിയിൽ ചികിത്സയിൽ എത്തിച്ചെങ്കിലും ഈ 12 വയസ്സുള്ള ഈ ഫർഹ ഫാത്തിമ എന്ന പേരക്കുട്ടിയും മുത്തശ്ശിയായ ആമിന എന്ന 60 വയസ്സുകാരിയും മരണപ്പെടുകയായിരുന്നു. മറ്റൊരു കുട്ടി ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോലഞ്ചേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും വളരെ സങ്കടകരമായ ഒരു സംഭവമാണ്. അവർ പതിവായി കുളിക്കാനും തുണി കഴുകാനും ഒക്കെ ഇറങ്ങുന്ന ഒരു കടവിലാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. അത് അവരെങ്ങനെയാണ് അതിലേക്ക് വഴുതി വീണത് എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത ഇനിയും വരാനുണ്ട്. ആദിത്യൻ ഓമനക്കുട്ടനാണ് അപകടത്തിന്റെ വിവരങ്ങൾ നൽകിയത്.